ഇത് ഞാൻ കുളമാക്കും ഇന്ന ക്യാരക്ടർ എന്ന് പറയാൻ അങ്ങനെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് ധൃതരാഷ്ട്രം ഓക്കെ എന്റെ കണ്ടുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല അത് തന്നെ എനിക്കത് പറ്റില്ല. അങ്ങനെ ഒരു റൂമർ ഞാൻ കേട്ടതിൽ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല, അതാണ് സത്യം. അങ്ങനെ ഒരു റൂമർ ഇല്ലടോ. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പറയാം. പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല. ഇത് ഒരു സിനിമയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇഷ്ടമല്ലാത്ത സിനിമ അതായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നൊരു കോൾ, അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തനി ഭാഷ വരും. വിളിക്കാണ് പിന്നെ ഇത് എടുത്തു ഞാൻ ഇടിയുണ്ട്. റേഡിയോ മാംഗോയിൽ ഇപ്പൊ ഒരു പെണ്ണുണ്ട്, ശാലിനിയുണ്ട്. ശാലിനിയോട് ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുന്നു പറയും. നടനാണ്, സംവിധായകനാണ്, നർത്തകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പാട്ട് പാടുമോ? ഞാൻ പാട്ട് പാടും, പക്ഷെ പാടിയാൽ ഒരിക്കലും ആ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആളുകൾ ചിന്തിക്കുന്ന രീതിയിലാണ് ഞാൻ പാടിയാലാവുക. കളിയാക്കിട്ടൊക്കെ ആൾക്കാർ ഒരുപാട്. കാരണം ഞങ്ങൾ സെവൻസിന്റെ സമയത്തൊക്കെ ചാക്കോച്ചനും വിജീഷും എല്ലാവരും ഏറ്റവും കൂടുതൽ എൻ്റെ പാട്ടുകൾ, കാരണം പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ പാടാതിരിക്കാറില്ല കേട്ടോ. കാരണം ഞാൻ MG ശ്രീകുമാറും ചിത്ര ചേച്ചിയുടെയും ശരത്തേട്ടൻ്റെ ഒക്കെ മുമ്പിൽ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് എവിടെ വെച്ച് പാടാനുള്ള ധൈര്യമുണ്ട്. പക്ഷേ എൻ്റെ പാട്ടുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആസ്വദിക്കാറുണ്ട്, ഞാൻ പീഡിപ്പിക്കാറുണ്ട് എൻ്റെ ഭാര്യയെയും ഇപ്പം എൻ്റെ കൂട്ടുകാരെയും. ഞാൻ പറയും ഇപ്പം എനിക്കൊരു പാട്ട് പാടണം, കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സഹിക്കാറുണ്ട് അവരൊക്കെ. പാട്ട് പാടിക്കട്ടെ, സഹിക്കാൻ ഞാൻ തയ്യാറാ. അയ്യോ ഏത് പാട്ടാണ്? അതാണ് പെട്ടെന്ന് ഈ പാട്ട് പാട് എന്ന് പറയുമ്പോഴേ പേടിക്കണ്ട, കൊള്ളില്ലേ ഞാൻ പോയിക്കോളാം. അങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണെങ്കിൽ സാധകം ചെയ്തിട്ടൊക്കെ വരുമായിരുന്നു. ശരി, ഞാനൊരു ചാൻസ് അവിടെ തളപ്പെട്ട് കയറണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച എൻ്റെ കൂട്ടുകാരെയും എല്ലാവരും പീഡിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് തന്നെ പാടാം. കൊള്ളില്ലേ ഞാൻ കൂട്ടോ, അപ്പൊ തന്നെ പറഞ്ഞേക്കാം. തമിഴും ഹിന്ദിയൊക്കെ ഉണ്ടാവും അതിനകത്ത്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ശരിക്കുള്ള ട്യൂണ്. അവരിട്ടത് റോങ് ട്യൂണാണ്. അല്ലാതെ ഞാൻ പാടുന്നതിന്റെ കുഴപ്പമില്ല, മുൻകുറിച്ചൊക്കെ എടുത്ത് മതി. പാടിക്കോ. കണ്ണേ കലൈമാനേ കന്നി മയിലന കണ്ടേനുനെ നാനേ സുറുമൈ ഹക്കിയോമേ. ഹിന്ദിയുണ്ട് കേട്ടോ. നന്ന മുന്ന സപ്നാ ദേ ജാരേ അന്തിപ്പകലുനെ ഞാൻ പാക്കിറേൻ ആണ്ടവനെ അതുதான் കേക്കിറേൻ രാരിരാരും ഒരാരിരോ രാരിരാരും ഒരാരിരോ. എവിടെയല്ല, ഫുൾ വെള്ളിയാണോ? വെള്ളി നിങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ബിൽഡിംഗ് എവിടുന്ന് കാണുന്നത്? അങ്ങോട്ട്. ഓ ഓക്കെ. ശരി. ഇത്രയും മോശമായിട്ട് പാടുന്ന ഒരാളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ വളരെ ആത്മവിശ്വാസം തന്നെ പറയണ്ടോ, നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന്? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് എൻ്റെ അടുത്ത് ആരും പറയും. ഈ ചില ഫ്രണ്ട്സ് അങ്ങനെയാണല്ലോ, ഒരു കാര്യം വെറുതെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കും. എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് നന്നായിട്ട് പറഞ്ഞിട്ടല്ല, എക്സ്പ്രഷൻ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എന്റെ മോളാണ്. അവളെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന കാണാൻ. ഞാനിത് 2ാം മാസം തൊട്ട് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അനങ്ങാതിരിക്കും, പെട്ടെന്ന് ഉറങ്ങും. അപ്പൊ എനിക്ക് സമാധാനമാവും. കാരണം ശരി, കാരണം എൻ്റെ കസിൻസ് ആയിക്കോട്ടെ, അച്ഛൻ്റെ ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ കുട്ടികളായിക്കോട്ടെ, പെട്ടെന്ന് ഞാനെടുത്ത അതായത് അവരുടെ കരച്ചിൽ മാറ്റാൻ എനിക്കെന്തോ ഇഷ്ടവുമാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. പെട്ടെന്ന് അവരങ്ങനെ ഒരു പിണങ്ങി നിൽക്കുന്നതാണെങ്കിൽ അപ്പൊ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എൻ്റെ പാട്ടുകൾ തന്നെയാണ് പലപ്പോഴും. അത് സഹിച്ചിട്ടാണോ അല്ലെങ്കിൽ സഹികെട്ടിട്ട് ഉറങ്ങുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും ഇപ്പം എൻ്റെ മോൾക്ക് 5 വയസ്സായി. അപ്പോൾ ഇപ്പോഴും ഞാൻ അവൾക്ക് വേണ്ടി പാടാറുണ്ട്. അവൾ അച്ഛനോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടായിരിക്കും. അവളൊരിക്കലും അതിന് മോശം എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. എത്ര പേര് വീട്ടില്? എനിക്ക് 2 പെൺകുട്ടികളാണ്. അതില് മൈത്രേയും മാതങ്കിയും. മൈത്രേയ്ക്ക് 5 വയസ്സായി, മാതങ്കി 4 മാസമാവും. ഞാൻ തന്നെ. മാതങ്കി എന്നുള്ള പേര് ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞ യാത്രയിൽ, ഗുജറാത്ത് യാത്രയിൽ വെച്ചിട്ട് ഞാനൊരു സ്ഥലത്ത് കണ്ട പേരാണ്. എനിക്ക് അതിൻ്റെ സൗണ്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, മാതങ്കി. പിന്നെ മൈത്രേയി എന്നുള്ള പേര് എനിക്ക് ഒരു വേദിക് നെയിം വേണമെന്ന് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ വേദിക് കൾച്ചറിൽ ആദ്യത്തെ 2 സ്കോളേഴ്സാണ് മൈത്രേയും ഗാർഗിയും. സോ എപ്പോഴെങ്കിലും വലുതായിട്ട് അവൾക്ക് അവളുടെ പേരിൻ്റെ ഹിസ്റ്ററി അറിയണം എന്ന് ആഗ്രഹിക്കുമ്പോൾ
അവൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അതിനു വേണ്ടിയിട്ട് അങ്ങനെ. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ കോമൺ ആയിട്ടുള്ള പേരുള്ള പേരൻസ് ഉണ്ടാവല്ലോ, ഇപ്പൊ വിനീതെന്നും സന്ധ്യെന്നും ഉള്ള പോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് മക്കൾക്ക് പേരിടുമ്പോ ഇവിടെ ഇല്ലാത്ത പേരൊക്കെ കണ്ടുപിടിച്ച് വരുന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ലതും ആണോ? അതൊന്നും അല്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ടാ പോരെ? അല്ല, ഇപ്പൊ വിനീത് കുമാർ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ, മലയാള സിനിമയിൽ തന്നെ ഉണ്ട് 3 വിനീത്. ഈ അടുത്ത് വന്ന പേര് അതിനൊന്നും അർത്ഥമൊന്നുമില്ല. പെപ്പെ എന്നുള്ള പേര് ഇപ്പൊ അങ്കമാലി ഡയറീസിലുള്ള പേരില്ല, പെപ്പെ, ലിച്ചി, അതൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളാണ്. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ നോക്കിയാൽ പോരെ. അങ്ങനെ ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള പേരോ അല്ലെങ്കിൽ ഇതുവരെ ആരും ഇടാത്ത പേരോ നോക്കിയിട്ട് ഇട്ടൊന്നുമല്ല. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്റെ പേരിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്റെ പേരിനെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പരിചയപ്പെടുന്ന ചില ആളുകൾ പേര് പറയുമ്പോൾ ഞാൻ എന്തായിരിക്കും ഈ പേരിന്റെ അർത്ഥം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ചിലത് ഞാൻ അന്വേഷിക്കാറുണ്ട്. ഈ അടുത്ത് തന്നെ ഞാൻ ഒരു യോഗ ക്ലാസ്സിന് പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് ഞങ്ങൾ പരസ്പരം ഒരു 200 പേരുണ്ട്. ആ 200 പേര് പരസ്പരം പേരുകൾ പറഞ്ഞ് പരിചയപ്പെടും. അതിനകത്ത് ഒരു പേരാണ് സമുദ്രനീൽ. നീൽ യാ, സീ ബ്ലൂ, സമുദ്രനീൽ. അപ്പൊ ആ പേര് എനിക്ക് ഭയങ്കര പെക്യുലർ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവനോട് ഞാൻ വീണ്ടും ചോദിച്ചു, ഇതെന്താണ് ഈ പേര് ഇങ്ങനെ വരാൻ? അപ്പൊ അവന്റെ അമ്മ കൽക്കട്ടയിൽ നിന്നാണ്, അവിടെ കടലില്ല. കല്യാണം കഴിച്ചു വന്നത് ബോംബെയിലാണ്, അവിടെ കടലുണ്ട്. അപ്പൊ അമ്മ കടൽ നോക്കി കുറേ നേരം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പേരിട്ടപ്പോൾ നീൽ എന്നായിരുന്നു, അമ്മയാണ് അത് സമുദ്രനീലിനാക്കിയത്. അപ്പൊ ഇങ്ങനെ പേരിന്റെ പിറകിൽ ചില കഥകളും ചില രസങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിൽ മക്കൾക്ക് പേരിടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. അതായത് ഈ പേരിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു കൗതുകം ഉണ്ടാവണം, അതിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണം. അപ്പൊ ആ മൈത്രേയി എന്നുള്ള പേര് ഒബ്വിയസ്ലി അങ്ങനെ വന്നാണ്. മാതങ്കി, ഇറ്റ് സൗണ്ട്സ് ഗുഡ്. മൈത്രേയി ആൻഡ് മാതങ്കി എന്ന് പറയുമ്പോൾ രണ്ടും അങ്ങനെ വന്ന പേര്. പേരിടാൻ സിനിമയ്ക്കും പേരിടാൻ നമുക്ക് ഇഷ്ടമാണ്. പേരിടുക എന്ന് പറയുന്നത് ഇപ്പൊ എൻ്റെ അനിയന്റെ കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ പേര് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും. കാരണം അത് അവരുടെയും കൂടി ഇഷ്ടം നോക്കണം. ഇത് ഞാനും എൻ്റെ ഭാര്യയുടെയും മാത്രം കാര്യമാണ്. കാരണം ലാസ്റ്റ് മിനിറ്റ് വരെയും പേര് വിളിക്കുന്ന ആ മൊമെന്റ് വരെയും മറ്റാരും അറിഞ്ഞിരുന്നില്ല എന്താണ് പേരെന്ന്. അപ്പൊ അതുകൊണ്ട് അത് ആദ്യം പലർക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നീട് അത് പൊരുത്തപ്പെട്ടാണ് അവർ ആ പേരുമായിട്ട്. ഈ പേര് ഞാൻ പറഞ്ഞല്ലോ, വിനീത് കുമാർ എന്ന് പറഞ്ഞ പേര് വളരെ കോമൺ ആയിട്ടുള്ള പേരാ അല്ലെ? ഈ പേരോട് കൺഫ്യൂഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ആൾക്കാർ തമ്മിൽ മാറിപ്പോവും അങ്ങനെയൊക്കെ? എന്റെ ക്ലാസ്സിലുണ്ടായിട്ടുണ്ട് 2-3 വിനീതൊക്കെ. ഇതൊരു കോമൺ പേര്. എന്റെ അനിയന്റെ പേര് വിനീത്. അല്ല, വിനീത് എന്നുള്ള പേര് ആണോ? വിനീത് കുമാർ ആണോ? അല്ല, വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് വിനീത് കുമാർ എന്നുള്ള, വളരെ കോമൺ ആയിട്ടുള്ള പേരാണ്. എൻ്റെ അടുത്ത് ഈ നമ്മൾ സിനിമയിൽ തന്നെ ഒരുപാട് വിനീത് വന്നപ്പോൾ പലരും എൻ്റെ അടുത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട് പേര് മാറ്റാം. പക്ഷെ ഞാനും അച്ഛനും തീരുമാനിച്ചൊരു കാര്യമാണ്, അങ്ങനെ ഒരു പേര് മാറ്റേണ്ട കാര്യമില്ല. കാരണം എപ്പോഴും സിനിമ, നമ്മൾ നിൽക്കുന്ന മീഡിയം സിനിമയായതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അറിയപ്പെടേണ്ടത് അയാൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നാളെ ഇന്ന സിനിമയിലുള്ള അല്ലെങ്കിൽ ഇന്ന സിനിമ ചെയ്ത ആൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിനീതും പരസ്പരം മാറി മാറി തന്നെ നിൽക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് പേരിന്റെ പേരിൽ എനിക്കൊരു. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചില ഇനോഗ്രേഷൻ നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ, ചില ഫംഗ്ഷന് വേണ്ടി വിളിക്കുമ്പോൾ അവർ നമ്പർ ചിലപ്പോൾ ചോദിച്ചത് വിനീത് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് ചോദിച്ചത് ചിലപ്പോൾ എൻ്റെ സീനിയർ വിനീതേട്ടൻ്റെ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ നമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ അത് ഞങ്ങൾക്ക് 3 പേർക്കും പരസ്പരം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവും. 3 പേരും കണ്ണൂർക്കാരാണ്. 3 പേരും യുവജനോത്സവത്തിലൂടെ വന്ന ആളുകളാണ്. അതെ, അങ്ങനെ സ്ലാങ് പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ ഇല്ല കേട്ടോ. വിനീതേട്ടന് കുറച്ചുകൂടെ ഈ സ്ലാങ് അറിയാം. പക്ഷേ വിനീത് ശ്രീനിവാസൻ കൂടുതലും ചെന്നൈയിലായിരുന്നു, അതുകൊണ്ട് വിനീതിന് അങ്ങനെ സ്ലാങ് ഇല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും പിന്നെ ചെറുപ്പം തൊട്ടേ സിനിമയിലുള്ളത് കൊണ്ടും ബോധപൂർവമായിട്ടുള്ളൊരു മാറ്റമുണ്ട് സ്ലാങ്ങിൽ. പക്ഷേ എൻ്റെ നാട്ടുകാർ, നമ്മുടെ കണ്ണൂർക്കാർ വന്ന് നമ്മളോട് 2 വർത്താനം പറഞ്ഞാൽ ഇത് മൊത്തം പൊളിയും കേട്ടോ. തനി കണ്ണൂർ ഭാഷയാണ്. ഞാൻ ഇത്ര വിചാരിക്കുന്നത് എന്താ കണ്ണൂർ സ്ലാങ് വരുന്നില്ലല്ലോ, വളരെ ന്യൂട്രൽ. അതാണ് പറഞ്ഞത്, അത് കണ്ണൂർ. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നൊരു കോൾ, അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ കോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തനി ഭാഷ വരും. വിളിക്കാണ് വിനീത് എടുത്തു, ഞാൻ ഇടിയുണ്ട്. റേഡിയോ മാംഗോലി ഇപ്പൊ ഒരു പെണ്ണുണ്ട്, ശാലിനി. ശാലിനിയോട് ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുന്നു പറയും. ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട് ലൈറ്റ് എന്നാണ്. വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഉത്തരവൊന്നും വേണ്ട കേട്ടോ, എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ വേണം. സമ്മതിച്ചോ? വിനീത് സ്വന്തം ലൈഫിലേക്ക് ഏറ്റ ഏറ്റവും ബോറൻ ചോദ്യം ഡാഷാണ്. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? എന്റെ അമ്മയെ ഞാൻ ചോദിച്ചില്ലല്ലോ. അതാണ് ഏറ്റവും ബോറൻ ചോദ്യം, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ചോദ്യം. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറെ ഭാഗങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ, അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ചോദ്യം. അത് ചോദിക്കാം. അത് കേൾക്കുമ്പോ എന്താ പറയാ?
അല്ല ഇത് തന്നെ ഈ കണ്ണിന്റെ രഹസ്യം എന്താണ്, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ അത് തന്നെ ഇങ്ങനെയുള്ള കുറെ സുഖമില്ല അത് ഒട്ടും ഇഷ്ടം കൊണ്ട് ചോദിക്കണല്ലേ. അല്ല ഇഷ്ടം കൊണ്ടാണോ ഇഷ്ടക്കേടുകൊണ്ടാണോ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യം, എന്നോട് ചോദിച്ച ചോദ്യം അതല്ലേ, ഇഷ്ടമല്ലാത്ത ചോദ്യം ഏതാണ്, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യം. ശരി, വിനീതിന്റെ അഭിപ്രായത്തില് സ്റ്റൈൽ ഐക്കൺ ഓഫ് മോളിവുഡ് മലയാള സിനിമയിലെ മോസ്റ്റ് സ്റ്റൈൽ ഐക്കൺ എന്നൊക്കെ പറയുന്നത് മമ്മൂക്ക ആണോ? ഇപ്പോഴും ഇൻ ദ സെൻസ് അദ്ദേഹം ഇപ്പോഴും അത്രയും ഫോളോ ചെയ്യുന്നുണ്ട്, ഐ മീൻ ഫാഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആവാൻ, ഐ മീൻ ട്രെൻഡി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകുന്നത് മമ്മൂക്കയാണ്. ഈ സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കുന്ന ഒരു ട്രെൻഡാണല്ലോ. വിനീതിന്റെ അഭിപ്രായത്തില് ചിലപ്പോഴേക്കും നമ്മൾ വിചാരിക്കില്ല ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം വന്നിരുന്നെങ്കിൽ, അങ്ങനെ വിചാരിക്കുന്ന ഒരു സിനിമ പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സിനിമകളും അത് ഇറ്റ്സെൽഫ് ഇറ്റ്സ് കംപ്ലീറ്റ്. അതിനങ്ങനെ ഒരു രണ്ടാം ഭാഗം എനിക്ക് ഈവൻ കിരീടത്തിന് രണ്ടാം ഭാഗമാണ് ചെങ്കോൽ. എനിക്ക് കിരീടം തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിംസിൽ ഒന്നാണ് കിരീടം. ചെങ്കോലും അതിന്റെ ഇഷ്ടമുള്ള സിനിമ തന്നെയാണ്, പക്ഷെ കിരീടം തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ്. ചെങ്കോലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? ആവശ്യമില്ലായിരുന്നു. അക്കോർഡിംഗ് ടു മീ, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഐ മീൻ ചെങ്കോൽ കിരീടത്തെക്കാൾ മികച്ചതെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എനിക്ക് കിരീടം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം ആ സിനിമയിൽ വരുത്തി കഴിഞ്ഞാൽ ഒരു മാസ് ഫിലിം എന്ന് പറയുന്ന രീതിയിൽ മാറാവുന്ന ഒരു സബ്ജക്റ്റാണത്. അയാൾ പോലീസായി വന്നിരുന്നെങ്കിൽ, സേതു പോലീസായി വന്നിരുന്നെങ്കിൽ കിരിക്കാടിനെയും മറ്റെല്ലാവരെയും അടിച്ച് തെറിപ്പിച്ച് നോക്ക് ഏത് മൊമെന്റിലും അങ്ങനെ ഒരു ആലോചിക്കാം. പക്ഷെ അതല്ല. അപ്പോൾ അത് മാത്രമല്ല, ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് കിരീടം എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ അത് ഇപ്പം സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. അതല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് മലയാള സിനിമകളുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് പല സിനിമകളിലും സെക്കൻഡ് പാർട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല. According to you, God's gift to men. God's gift to men. Women. Oh, actually. Yeah, always they are following them. ശരി, ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച്, സ്വന്തമായിട്ട് കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹിലേറിയസ് ആയിട്ടുള്ള റൂമർ അബൌട്ട് യുവർ സെൽഫ്. ഹിലേറിയസ് റൂമർ അബൌട്ട് യുവർ സെൽഫ്? ഇല്ല, അങ്ങനെ വലിയ, ഐ മീൻ ഒന്നാമത് ഞാൻ അത് അത്ര അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ശരി, കേട്ടിട്ട് സുഖിച്ച റൂമർ ഏതാ? അങ്ങനെയൊന്നുമില്ലടോ, അതൊന്നും അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ല, അത് വേണ്ട, അതൊക്കെ സുഖിച്ചതല്ലേ, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വിടില്ല. എനിക്ക് പോയിട്ട് വേറെ പണിയൊന്നുമില്ല. അല്ല, ഇനി ഞാൻ അങ്ങനെ റൂമർ ഉണ്ടാക്കണ്ടേ? ഐ മീൻ അങ്ങനെ ഒരു റൂമർ ഞാൻ കേട്ടതിൽ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല, അതാണ് സത്യം. അങ്ങനെ ഒരു റൂമർ നത്തിങ് ഇല്ല ശാലിനി, സത്യമായിട്ടും ഇല്ല. മോശം റൂമറും ഇല്ല, നല്ല റൂമറും ഇല്ല. ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ അങ്ങനെ ഒരു മോശം പേര് കേൾപ്പിച്ചിട്ടില്ല, അടങ്ങി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. മോശം പേരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ശരി, ഇപ്പൊ എല്ലാരും ഈ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിന്റെ പിന്നാലെ പോവാണല്ലോ. വിനീത് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ഞാൻ ചെയ്ത കൊളമാക്കി കൈ തരും എന്ന് വിചാരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ പറയും. കൊളമാക്കി കൈ തരുന്നു? സ്വന്തം കഴിവിന്റെ വിശ്വാസം കൊണ്ട് നമ്മളായിരിക്കും എന്നെ വിചാരിച്ച കൊളം തൊട്ടി കൈ തരുമെന്ന് വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ? ഇപ്പൊ രണ്ടാം ഊഴത്തിൽ ഒരു ക്യാരക്ടർ വിനീതിന് ചെയ്യാൻ പറ്റില്ല എന്ന് വിനീത് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ, ഭീമൻ ഒഴികെ. ഓഹോ, അത് നീ അങ്ങോട്ട് എല്ലാം ചോദ്യവും ഇതിനൊക്കെ പറയാൻ എന്താ, ഇത് കെണി വെച്ച് പിടിക്കാന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതുപോലെയാണ്. കാരണം രണ്ടാം ഊഴത്തിൽ നമുക്ക് ഫസ്റ്റ് പറയാവുന്നത് ഓക്കെ ഭീമൻ ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയാവുന്നതാണ്. ബാക്കി അതിനകത്ത് ഇപ്പൊ അർജുനായാലും കൃഷ്ണനായാലും ഒക്കെ ഞാൻ പൊളിക്കില്ലേ. പിന്നെന്താ കൊളമാക്കി കൈ തരുന്നത് രണ്ടാം ഊഴത്തിൽ ഇല്ലടോ. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാം. ഇപ്പൊ അർജുനനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഇഷ്ടമാണ്. ഇത് ഞാൻ കൊളമാക്കും ഇന്ന ക്യാരക്ടർ എന്ന് പറയാൻ അങ്ങനെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് ധൃതരാഷ്ട്രം ഓക്കെ എന്റെ കണ്ണുകൾ എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് തന്നെ എനിക്കത് പറ്റില്ല. കൂടെ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കോ ആക്ടർ, ഫീമെയിൽ കോ ആക്ടർ. ഇഷ്ടമുള്ള കോ ആക്ടർ ഞാൻ പറയട്ടെ? ജയപ്രദ. എന്റെ ഇഷ്ടമായിരുന്നോ സാഗര സംഗമം കാണുന്ന സമയത്ത്. ഞാൻ എത്ര തവണ കണ്ട സിനിമയാണെന്നോ. ആ സമയത്ത് നമ്മൾ അൺബിലീവബിൾ ആയിരുന്നു. എന്നെ അവരുടെ പേരായിട്ട് വിളിക്കുക, അവരുടെ ഹീറോ ആയിട്ട് അഭിനയിക്കുക ഒരു സിനിമയിൽ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും വെറുതെ ആവില്ല, അതൊക്കെ നടക്കും. അപ്പൊ അതുപോലെ
അവരുടെ കൂടെ എനിക്ക് അങ്ങനെ അവരുടെ ഹീറോ ആയിട്ടാണ് ദേവദൂതൻ. സോ ഇറ്റ് വാസ് ബ്ലെസ്ഡ് മൊമെന്റ്. ജയപ്രദ. വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമില്ലാത്ത സിനിമ? ഞാൻ അഭിനയിച്ച സിനിമകൾ തന്നെയായിരിക്കും. പല സിനിമകളും എനിക്ക് പിന്നെ വീണ്ടും കാണാൻ ഇഷ്ടമല്ല. ഞാൻ ഒരു തവണ പോലും കാണാത്ത ചില സിനിമകളൊക്കെ ഉണ്ട്. ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ മതി. കൂടുതലൊന്നും വീണ്ടും കാണാൻ ഇഷ്ടമല്ലാത്ത സിനിമ ഞാൻ റീഫ്രെയിം ചെയ്ത് ചോദിക്കണോ? വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമില്ലാത്ത ഞാൻ അഭിനയിക്കാത്ത സിനിമ. ഓഹോ, മലയാളത്തിലെ സിനിമ. മലയാളത്തിലെ എല്ലാ സിനിമകളും അങ്ങനെ വീണ്ടും കാണുമ്പോൾ വെറുക്കുന്ന സിനിമകളൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്ത സിനിമകൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇതാണോടോ സ്പോട്ട്ലൈറ്റ്? ഞാൻ അപ്പോഴും വന്നപ്പോ ചോദിച്ചല്ലേ ഉള്ളു. സ്പോട്ട്ലൈറ്റ് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ കുറെ ചോദിച്ചതല്ലേ. ഇതായിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ അറിയുള്ളൂ. ഇത് ഞാൻ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു സിനിമ അല്ല. ഇത് നമുക്ക് സൂക്ഷിക്കണ്ടേ? കാരണം എല്ലാവരും നമുക്കറിയുന്ന ആളുകൾ, ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗം, എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമകളോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ അതിനകത്ത് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു സിനിമയാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പം അങ്ങനെ ഇഷ്ടമല്ലാത്ത സിനിമകൾ നിറയുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ പെട്ടെന്നൊരു സിനിമ പറഞ്ഞ് വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമല്ലാത്ത സിനിമ അല്ല. ഏത് പറയണമെന്നുള്ള കൺഫ്യൂഷൻ അല്ല. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പണിയൊന്നും പോകുന്നത് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ആരെയും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ വേദനിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു എല്ലാം നമ്മുടെ സുഹൃത്തുക്കളല്ലേ. അപ്പൊ ഒരിടത്തൊരു തൂവൽ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, കാരണം ഭയങ്കര ഇന്റലക്ച്വൽ ഫിലിമാണ് അത്. ഒരു തവണ കണ്ടിട്ട് ഭയങ്കര കണ്ടില്ല. ഇതാണ് കുഴപ്പം. അറ്റ്ലീസ്റ്റ് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ മിനിമം എല്ലാ സിനിമകളെങ്കിലും കാണും. ഒരു സിനിമക്കാരൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തൂവൽ. ഏത് വർഷത്തെ? 1980s 89 ഇറങ്ങിയ സിനിമ. ആരാ അഭിനയിച്ചത്? എനിക്ക് തോന്നലോ അല്ല ഐ മീൻ അല്ല, എനിക്ക് ആക്ടറിന്റെ മെയിൻ ആക്ടറിന്റെ പേര് എനിക്ക് ബാലചന്ദ്രൻ എന്നാണ് ആ ആക്ടറിന്റെ പേര്. സംവിധാനം ചെയ്തിരിക്കുന്നത് UK കൃഷ്ണകുമാർ. പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല. ഇത് ഒരു സിനിമയുടെ എല്ലാ കാര്യങ്ങളും അറിയും. ഇഷ്ടമല്ലാത്ത സിനിമ അതായിരുന്നു. അതെ, ഒരു സംവിധായകന്റെ അടുത്തും 27 വർഷമായിട്ട് സിനിമയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളോടാണ് ഞാൻ അതിലുള്ള നടന്റെ പേര് പറഞ്ഞു, അതിന്റെ നടന്റെ പേര് പറഞ്ഞു, സംവിധായകന്റെ പേര് പറഞ്ഞു. ഇന്റർവ്യൂ ചെയ്യുന്ന ശാലിനി കാണാത്ത സിനിമകൾ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് അത്ര പ്രായമില്ലാത്തോണ്ടല്ലേ ഇത്രയും പഴയ സിനിമയൊക്കെ പറഞ്ഞത്. എപ്പോ സത്യം പറയട്ടെ, അങ്ങനെ ഒരു സിനിമയേ ഇല്ല. What can make you cry? Two things. ഞാൻ ഇന്നും ആലോചിച്ചു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കവിത കേട്ടിട്ട് ഞാൻ കരഞ്ഞു ഇൻ ദ സെൻസ്, ഐ മീൻ കണ്ണ് നിറഞ്ഞു എന്ന് പറയാം. അതിന് കരച്ചിലെന്ന് പറയാൻ പറ്റില്ല, ബട്ട് കണ്ണ് നിറഞ്ഞു. അങ്ങനെ ചില മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ ചില മാസ്റ്റേഴ്സിന്റെ കോമ്പസിഷൻ, ഐ മീൻ അവരുടെ ലൈവ് പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ അങ്ങനെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതല്ല റിയൽ ഫ്രം ക്രൈ ഇൻ ദ സെൻസ്, ആക്ച്വലി നമ്മൾ വളരെ ജെന്യൂൻ ആവുകയും അവിടെ നിന്ന് അങ്ങനെ അല്ലാത്ത ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ ശരിക്കും മനസ്സിലാക്കാത്ത ഒരു റെസ്പോൺസ് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അവസാനമായിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2 ദിവസം മുമ്പായിരുന്നു ഞാൻ പറഞ്ഞത്. ഐ മീൻ പൊട്ടിക്കരയല്ല, ഐ മീൻ എനിക്കൊരു നല്ലൊരു കവിത കേട്ടിട്ട് ഞാൻ കരഞ്ഞു. ഒരുപാട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവും അതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഐ മീൻ ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കണം. ബട്ട് ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ പേഴ്സൺ, അത് പലപ്പോഴും എനിക്ക് ഡിസ്റ്റർബിങ് ആണ്. ഐ മീൻ ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. ഏറ്റവും ഓവർപവർ ചെയ്യുന്ന വികാരം എന്താ? ഓവർപവർ ചെയ്യുന്നത് ദേഷ്യം, സങ്കടം, പ്രണയം. I'm open. I mean ഭയങ്കര ട്രൂത്ത്ഫുൾ. ഐ മീൻ വികാരം ഇൻ ദ സെൻസ്, അത് നമ്മൾ പലപ്പോഴും നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചില സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ ചില ഇഷ്ടങ്ങളിൽ പ്രണയമായിരിക്കും കേട്ടോ. വികാരം, ഐ മീൻ പ്രണയം എന്ന് പറയുന്നത് അത് ഇന്നതിന് എന്നില്ല. ഐ മീൻ അത് ഒരിക്കലും ഒരു ഓപ്പോസിറ്റ് സെക്സ്, ഐ മീൻ ഒരു പെണ്ണിൻ്റെ അടുത്ത് എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് പ്രണയമുണ്ട്, പ്രകൃതിയോടുണ്ട്. ഐ മീൻ ഞാൻ ഇതിനെ ഒരുപാട് സാഹിത്യവൽക്കരിച്ച് പറയുന്നല്ല കേട്ടോ. അവിടെയൊക്കെയും പ്രണയത്തിൻ്റെ മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട്. എനിക്ക് പലപ്പോഴും ഒരാൾ വേണമെന്നില്ല എനിക്ക് പ്രണയിക്കാൻ. ഐ മീൻ അതല്ലാതെ
എന്ന് വിചാരിച്ചിട്ട് ആളില്ലെന്നല്ല കേട്ടോ, അതൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ്. എനിക്ക് പ്രണയമാണ് എന്നെ ഓവർ പവർ ചെയ്യുന്ന ഒരു വികാരം. എത്രാമത്തെ വയസ്സിൽ സിനിമയിൽ വന്നേ? ഞാൻ 6th പഠിക്കും. അതായത് ഒരു 12 വയസ്സ്. യെസ്. ആ സമയത്ത് തന്നെ സ്റ്റാർട്ടം ഉണ്ടല്ലോ, അന്നത്തെ ഭയങ്കര സ്റ്റാർ ഒക്കെ ആയിരുന്നല്ലേ. അപ്പൊ ഇതുപോലെ പ്രണയമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരുമായിരുന്നോ? ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട്. കാരണം അന്ന് ഇന്നത്തെ പോലെ ഇമെയിൽ ഒന്നും അല്ലല്ലോ, കത്തുകൾ, ഒരു ലോഡ് കത്തുകൾ വീട്ടിൽ വരാറുണ്ട്. അത് ഈ 6ാം ക്ലാസ് പഠിക്കുമ്പോഴോ? പിന്നെ ആ സമയത്ത് ഇഷ്ടം പോലെ കത്തുകൾ. ഓഹോ, അങ്ങനെ ഒരുപാട് കത്തുകൾ ആ സമയത്ത്. കാരണം കത്തുകളുടെ ഒരു കാലഘട്ടം അത് എനിക്ക് മാത്രമൊന്നും ആയിരിക്കില്ല കേട്ടോ, ആ സമയത്തുള്ള എല്ലാ നടന്മാർക്കും വന്നിട്ടുണ്ടാകും. പക്ഷെ അന്നാണ് ഏറ്റവും രസകരമായിട്ടുള്ള, കാരണം അതിനകത്തുള്ള ചില ലവ് ലെറ്റേഴ്സ് വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഒരുപാട് ചിരിക്കും. ഈ കത്ത് ആദ്യം വായിക്കുന്നത് ചിലപ്പോൾ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആയിരിക്കും. തരുന്ന അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴായിരിക്കില്ല ഈ കത്ത് വരിക. കാരണം ഇത്രയും ചെറിയ കുട്ടിയോട് ഇങ്ങനെ പ്രണയമോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ള കത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര രസമുള്ള കുറെ കാര്യം. ഓർമ്മകൾ അങ്ങനെ പേരൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല, അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഓർമ്മയുണ്ട്. അതല്ലാതെ കുറച്ചുകൂടി വലുതായൊക്കെ കഴിഞ്ഞപ്പോ, ഒരു ടീനേജും ഒക്കെ ആയി കഴിഞ്ഞപ്പോ, അതിനുശേഷം യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടില്ലേ? ടീനേജ് പ്രായത്തിലൊക്കെ 10th-ലും 9th-ലൊക്കെ. അപ്പോഴേക്കും അത്യാവശ്യം സ്റ്റാർ ആയിട്ടല്ലേ യൂത്ത് ഫെസ്റ്റിവൽസ് പോണേ. അപ്പൊ കുട്ടികളൊക്കെ കാണില്ലേ? ഇപ്പൊ കുട്ടികളൊക്കെ കാണില്ലേ? പിന്നെ ഞാൻ ആ സമയത്ത് പറയുമ്പോൾ ചിരി വരണം. അല്ല, അത്യാവശ്യം നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില പ്രണയങ്ങളുണ്ട് ചില ആളുകളുടെ അടുത്ത്. അത് പക്ഷെ വളരെ ഷോർട്ട് പീരീഡ് ആയിരിക്കും. ഈ യുവജനോത്സവം അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില യുവജനോത്സവ രാത്രികൾ എന്ന് പറയുന്നത് നമ്മൾ നാടകത്തിൽ, ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാടകം കഴിഞ്ഞ് ആ ഇടവഴിയിലൂടെ പോകുമ്പോഴായിരിക്കും ലളിതഗാനത്തിൽ ഫസ്റ്റ് കിട്ടിയ പെൺകുട്ടി നടന്നു വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ ഒരു മൊമെന്റ്സ് ആണ്. ആ മൊമെന്റ് അതൊരു അതാണ് ഞാൻ പറഞ്ഞത്, ഓവർ പവർ ചെയ്യുന്നത് പ്രണയമാണെന്ന് പറയാൻ കാരണം ചില ആ മൊമെന്റ്സ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എത്ര പ്രണയം ഉണ്ടായിട്ടുണ്ട്? ലോട്ട്സ് ഓഫ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, ഈ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സീരിയസ് പ്രണയങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. കുറെ. കല്യാണം കഴിഞ്ഞ് 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. നാളെ ഇത് ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുകയും ആരൊക്കെയായിരുന്നു അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ വേണ്ട. അതെ 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 അതെ, അതൊക്കെ അവര് വേണമെങ്കിൽ പഠിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാ വീട്ടില് സ്ട്രിക്റ്റ് ആണോ? സ്ട്രിക്റ്റ് അച്ഛനാണോ? സ്ട്രിക്റ്റ് അച്ഛനൊന്നുമല്ല, ബട്ട് ഞാനും എൻ്റെ വൈഫ് നല്ല അമ്മയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പകുതി ജോലി എനിക്ക് ആ രീതിയിൽ ആസ് എ പാരന്റ് എന്നുള്ള രീതി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്ട്രിക്റ്റ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് പാരന്റിങ് ഈസ് എൻ ആർട്ട്. സോ വി ഹാവ് ടു ലേൺ ഇറ്റ് പ്രോപ്പർലി, വി ഹാവ് ടു തിങ്ക് ഇറ്റ് പ്രോപ്പർലി. സോ അതുകൊണ്ട് ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ്. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുട്ടികളുടെ അടുത്ത് നിന്നും. പിന്നെ അത് ചെയ്യുമ്പോഴും നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം അതാണ്, കുട്ടികളുടെ കൂടെ ഉള്ള ടൈമാണ്. അത് രസമുള്ള, അത് എനിക്ക് എങ്ങനെ വെർബലി പറഞ്ഞു തരണം എന്നറിയില്ല, ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ്സ്. യുണീക്ക് ആയിട്ടുള്ള പേരന്റിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ തന്നെ ആലോചിക്കുന്ന, ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെത് തെറ്റാണെന്ന് സന്ധ്യയാണ് എനിക്ക് പറഞ്ഞു തരാറ്. അപ്പം അതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എനിക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ കുട്ടികളെ നമ്മൾ കളിപ്പിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഭാഷ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നൊരു ഭാഷയുണ്ട്, മാമു കഴിക്കണ്ടേ ഇങ്ങനെ. അപ്പം ഞാനും അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ സന്ധ്യയാണ് പറഞ്ഞത് അതങ്ങനെ വേണ്ട, നമ്മൾ അത് തന്നെ പറയണം. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഊണ് കഴിക്കാം, നമുക്ക് ഊണ് കഴിക്കണ്ടേ എന്ന് തന്നെയാണ് പറഞ്ഞ് ശീലിപ്പിച്ചത്. അപ്പോൾ പറഞ്ഞത്, സന്ധ്യ പറഞ്ഞൊരു കാര്യം, അപ്പോൾ കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ കൂടും. കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് ഇത് രണ്ടായിട്ട് തന്നെ ഇരിക്കും, മാമു അല്ലെങ്കിൽ ഊണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് പറയുന്നത്, അപ്പോൾ ഇവർക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനസ്സിലാവാതെ പോകും. നമ്മൾ രണ്ടുപേരും, ഞാനും ഭാര്യയും സംസാരിക്കുമ്പോൾ എൻ്റെ മോൾക്ക് മനസ്സിലാവില്ല പല കാര്യങ്ങളും. അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമയമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് നമ്മുടെ മോളുടെ കാര്യത്തിൽ. കാരണം അവൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മനസ്സിലാവുകയും അതിനിടയിൽ സംസാരിക്കാനും ഇടപെടാനുള്ള ഒരു അവസരം കുറച്ചുകൂടെ നേരത്തെ ആവുന്നുണ്ട് കാര്യങ്ങൾ. ഈ ആർട്ട് ഫിലിമിന്റെ ഒക്കെ ഷൂട്ടിങ്ങിനാക്കിയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ സമയമുണ്ടോ വീട്ടിലൊക്കെ വരാനായിട്ട്? ഞാൻ അതിന് എപ്പോഴും സമയം കണ്ടെത്തുന്ന ഒരാളാണ്. ഞാനത് ഇനി എന്തൊക്കെ തിരക്കുണ്ടായാലും, ഇപ്പോഴും അങ്ങനെ ഭയങ്കര തിരക്കുള്ള ആളെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സിനിമയുടെ എഴുത്ത് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോധപൂർവമായിട്ട് ഒരു ഡിസ്റ്റൻസ് എനിക്ക് ആവശ്യം വരും, ഫാമിലിയുമായിട്ട്, യാത്രകളായിട്ടും ഈ പറയുന്ന എഴുതാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വിഷമമാണെങ്കിൽ പോലും അത് നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ്.
അതല്ലാതെ ഞാൻ ബോധപൂർവം ചില ഇന്റർവെൽസ് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ചില യാത്രകൾ പ്ലാൻ ചെയ്യാറുണ്ട്. ലാസ്റ്റ് ആയിട്ട് പോയ യാത്ര എങ്ങോട്ടാ? ലാസ്റ്റ് ട്രെയിൻ യാത്ര ആക്ച്വലി ഞങ്ങൾ കണ്ണൂർ ടു എറണാകുളം ഞാൻ ബൈ റോഡ് പോകാറില്ല, കുട്ടികളും എല്ലാവരും ഉള്ളത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതലും ട്രെയിനാണ് പോകുന്നത്. അത് ട്രെയിനിലുള്ള യാത്രയാണ്. അതല്ലാതെ ലാസ്റ്റ് ഞങ്ങൾ സിംഗപ്പൂരാണ് പോയത് ഫാമിലി ആയിട്ട്. 4 പേരും കൂടി? 4 ആയിട്ടില്ല. ഐ മീൻ മാതങ്കി ഇപ്പൊ അതാണ് മാതങ്കി ഇപ്പൊ ആകെ 2 മാസം, ഐ മീൻ 4 മാസം ആയതല്ലേ ആയിട്ടില്ല, ട്രാവൽ ചെയ്യാറായിട്ടില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം മൈത്രേയ ഫസ്റ്റ് അവള് 3-4 മാസം ആയപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നു, ആ തണുപ്പത്ത്. അതേപോലെ കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പൊ അതേപോലെ ഞങ്ങൾ ഇപ്പൊ ഇനി 2ാമത്തെ ആളെയും കൂട്ടിയിട്ട് പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്.